ഐ അപ്രീഷിയേറ്റ് വൺസ് അഗെയിൻ യൂണിയൻ ഗവൺമെന്റ്. ഈ സർക്കാരിനെ ഒരിക്കൽ കൂടി എനിക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. മോദിയുടെ പേരിലുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, അത് ആക്രമിക്കുമെന്ന് നിർദ്ദേശം കൊടുത്തു. പറഞ്ഞു തീർന്നില്ല. റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിന്റെ പുറത്ത് ഇന്ത്യയിലെ ഹാരോ ഡ്രോണുകൾ പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂട് ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? അപ്പോൾ ഹാരോ ഡ്രോണുകളാണെങ്കിലും ശരി, ഇന്ത്യയുടെ ഏരിയൽ ഡിഫൻസ് സിസ്റ്റമായ S-400 സിസ്റ്റം ആണെങ്കിലും ശരി, റഫാലിൽ വഹിക്കാൻ കഴിയുന്ന സ്കാൾപ്പ് ക്രൂയിസ് മിസൈലുകളാണെങ്കിലും ശരി, ഹാമർ സ്മാർട്ട് ബോംബുകളാണെങ്കിലും ശരി, നമ്മളൊക്കെ സാധാരണ എപ്പോഴും പറയാറുണ്ടല്ലോ, ക്ലസ്റ്റർ ബോംബുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ക്രൂയിസ് മിസൈലുകളെ കുറിച്ച്, സ്കഡ് മിസൈലുകളെ കുറിച്ചൊക്കെ ഇറാഖിന്റെ കാലത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു സ്കഡ് മിസൈലുകൾ വരുന്നു അല്ലേ ഇറാഖിന്റെ സമയത്തൊക്കെ. ഇന്ന് നമ്മൾ പറയേണ്ടത് ഇന്ത്യയുടെ വെപ്പൺട്രിയിലുള്ള ഈ മെഷീനെ കുറിച്ചാണ്. പകരം എന്താണ് പാകിസ്ഥാനുള്ളത്? പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച സാധാരണ 15 മിസൈലുകളെയും നമ്മൾ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് ഇന്ത്യയുടെ മിലിറ്ററിയുടെ ശേഷിയെ നമ്മൾ ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് വാറിനെതിരെയുള്ളൊരു പ്രതിരോധം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിറ്ററൻസ് എന്ന വാക്ക് പറയുന്നത്. ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ച് നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഡിറ്ററൻസ് കാണിക്കുന്നു എന്നുള്ളതാണ്. അതിന് പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രാജ്യമാണ്, ഒരു റോക്ക് സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ എന്നുള്ളത് എത്ര തവണ തെളിയിച്ചതാ. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളോട് പാകിസ്ഥാൻ പലതവണ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ, ചൈന അതിനെ പിന്താങ്ങിയില്ലേ? ഇതേപോലെ എത്ര സ്വതന്ത്ര അന്വേഷണം പാകിസ്ഥാൻ ഉത്തരവിട്ടിട്ടുണ്ട്? ഏതെങ്കിലും ഒരു അന്വേഷണം സ്വതന്ത്രമായി നടത്തിയോ? നമ്മൾ എത്ര തവണയായി ആവശ്യപ്പെട്ടതാണ് ഹഫീസ് സെയ്ദിന്റെ കാര്യം. എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ? അങ്ങ് പറഞ്ഞതുപോലെ ഈ കാണ്ഡഹാറിലെ വിമാനം റാഞ്ചിക്കൊണ്ട് പോയിട്ട് മസൂദ് അസറിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചത് ഇതേ പാകിസ്ഥാന്റെ തന്നെ നാട്ടിൽ നട്ടുവളർത്തി ലഷ്കർ-ഇ തോയ്ബയുടെ തീവ്രവാദിയല്ലേ? അയാളെയല്ലേ നമ്മളിപ്പോൾ വധിച്ചിരിക്കുന്നത്? അസറിനെയല്ലേ വധിച്ചിരിക്കുന്നത്? എന്നു പറഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞ വാക്ക് പാലിക്കാത്ത, ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുള്ളയാളാണ്. എടോ, അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികട നമ്പറും എല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. ഇതിൽ പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും, എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അഭിനന്ദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ സ്കാൾപ്പ് മിസൈലിനെ കുറിച്ച് പറഞ്ഞു. സ്കാൾപ്പ് മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? സ്റ്റോം ഷാഡോ എന്നാണ് അതിനെ വിളിക്കുക. എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിൻ്റെ നിഴൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വരുന്നത് കൊടുങ്കാറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കൊരു ചെറിയ ഷാഡോ പോലെയാണ് തോന്നുക, നിങ്ങൾക്കൊരു മന്ദമാരുതനാണെന്ന് തോന്നും. പക്ഷേ വന്ന് പ്രഹരമേൽപ്പിക്കുമ്പോഴാണ് അതൊരു കൊടുങ്കാറ്റായിട്ട് മാറുന്നത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തതും അങ്ങനെ ആയിരുന്നില്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് രാജ്നാഥ് സിംഗ് കൊടുത്ത ഉപമയെ അനുകൂലിക്കുന്ന ഒരാളാണ്. നമുക്ക് വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ പറയാം, ഒരു സെക്കുലർ രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് രാമായണവും ഹനുമാനെയും ഈ പറയുന്ന സിന്ദൂരത്തെക്കുറിച്ചും ഒക്കെ പറയാൻ കഴിയുമോ? നോക്കൂ, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരു ഭരണഘടനയെ പോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യൻ ആർമിയുടെ റെജിമെൻറ്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഭാഗങ്ങൾ അവിടെയുണ്ട്, പല റെജിമെൻറ്റുകളുണ്ട്. ആ റെജിമെൻറ്റുകൾ ഭാഷയുടെ, പ്രദേശത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പഴയ റെജിമെൻറ്റുകളുടെ തുടർച്ചയാണ്. പക്ഷേ അവരപ്പോഴും അവരുടെ റെജിമെൻറ്റുകളെ കുറിച്ച് വലിയ അഭിമാനമുള്ള മനുഷ്യരാണ്. ആ റെജിമെൻറ്റുകളിൽ പലതരത്തിലുള്ള മോസ്കുകൾ നിങ്ങൾക്ക് കാണാം, അമ്പലങ്ങൾ കാണാം, പള്ളി കാണാം, ഗുരുദ്വാര കാണാം. ഇത് എല്ലാം നടത്തുന്നത് ആർമിയാണ് നടത്തുന്നത്. നമുക്ക് പറയാം, ഒരു സെക്യുലർ രാജ്യത്ത് ആർമിക്ക് ഇത് നടത്തേണ്ട അവകാശമുണ്ടോ? അങ്ങനെയല്ല. ആർമിയുടെ വാല്യർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിഷയമല്ല. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ ഈ അർത്ഥത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആർമിയെ പ്രചോദിപ്പിക്കാൻ ശക്തമാണ്. എന്താണ് രാജ്നാഥ് സിംഗ് ഉപയോഗിച്ചിരിക്കുന്ന ഉപമ? രാമായണത്തിലെ അശോകവനത്തിലെ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ ശുഭാംശു ത്രിവേദിയോട് പറഞ്ഞത് എന്താ? ത്രിവേദിയോട് പറഞ്ഞ വാചകം, ഭീകരൻ ക്ലോസ് റേഞ്ചിൽ തോക്ക് വെച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ കേണപേക്ഷിക്കുന്നു, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊന്നു, നിങ്ങൾ എന്നെ കൂടി കൊന്നോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ശുഭത്തോട് ആ തീവ്രവാദി പറയുന്ന വാചകം ഇതാണ്: നിങ്ങളെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് പറയുന്നത്. ഇതല്ലേ യഥാർത്ഥത്തിൽ സീതയെ തിരക്കി വന്ന ഹനുമാനോട് രാവണൻ പറയുന്ന വാചകമാണ്: പോയി രാമനോട് പറയൂ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരാവർത്തനമാണ്. ഇത് കേട്ട് ഹനുമാൻ വെറുതെ പോവുകയല്ല ചെയ്തത്. ഹനുമാൻ എന്താണ് ലങ്കയിൽ ചെയ്തത്? സമാനമായ കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഉപമ. ഇതൊക്കെ ഒരുതരം വാലർ, പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. അതിനെ ഒന്നും ഈ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. 100% ഞാൻ യോജിക്കുന്നു.
ഓപ്പറേഷൻ സിന്ദൂർ നോക്കൂ, അതിനുശേഷം അത് വ്യക്തമാക്കാൻ വന്നിരിക്കുന്ന നമ്മളുടെ വളരെ ധീരയായിട്ടിരിക്കുന്ന നമ്മളുടെ വനിതാ പോരാളികൾ അവർ നടത്തിയ പ്രസ് ബ്രീഫിംഗ്, ഇതൊക്കെ പ്രതീകാത്മകമാണ്. ആ അർത്ഥത്തിൽ അത് തെരഞ്ഞെടുത്ത ആ പ്രതീകാത്മകമായിട്ടുള്ള സ്വഭാവം അതിനൊരു വൈകാരികമായ ഭാവം കൂടി കൊടുക്കും. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എവിടെയായിരുന്നു? ഈ സമയത്ത് അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സൂചനകൾ കൊടുത്തോ? മോക്ക് ഡ്രില്ലിന് വേണ്ടി രാജ്യം ഒരുങ്ങുകയായിരുന്നില്ലേ? മോക്ക് ഡ്രിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചടി എന്ന് കരുതിയ പാകിസ്ഥാന് മോക്ക് ഡ്രിൽ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചടി കൊടുത്തില്ലേ? ഇതേ സാഹചര്യമായിരുന്നില്ലേ? ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി അവസാനം പങ്കെടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഏതൊരു മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ ഇന്നലെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ വികസന പദ്ധതികൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പ്രസംഗിച്ചു, ബീഹാറിൽ പ്രസംഗിച്ചു, അതിനുശേഷം വിഴിഞ്ഞത്ത് വന്ന് പ്രസംഗിച്ചു, ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രോജക്റ്റിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മറ്റൊരു പരിപാടിയിൽ ഒരു സൂചനയെങ്കിലും നൽകിയോ ഈ മിലിറ്ററി ആക്ഷൻ? ആ മുഖത്ത് ഇത്തരം മിലിറ്ററി ആക്ഷൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതറിയാമായിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും ഭാവം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു? പണി വരുന്നുണ്ടവറാച്ച. സമാനമായ രീതിയിലായിരുന്നില്ലേ 2019 ആക്രമണം നടക്കുന്ന സമയത്ത്, ബാലാക്കോട്ടയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് അന്നും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കോൺക്ലേവിൽ പങ്കെടുക്കുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പുലർച്ചയോടുകൂടി, അന്ന് ഫെബ്രുവരി 25 പങ്കെടുക്കുന്നു, 26 തീയതി രാവിലെ അടിക്കുന്നു. വാർ മെമ്മോറിയലിൽ പോയി സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് വാർ മെമ്മോറിയൽ രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഒരു സൂചനയും മോദി നൽകിയില്ല. ആ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയായി മാറുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ രാജ്യത്ത് ഈ നിമിഷം നമ്മൾ നടത്തിയ ഈ മിലിറ്ററി മൂവ്മെന്റിനെ ഏതർത്ഥത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഇനി മറുഭാഗം തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. തെളിവുകൾ വരട്ടെന്നേ. പാകിസ്ഥാൻ കൊണ്ടുവരുന്ന തെളിവുകൾ വിശ്വസിക്കാൻ തൽക്കാല സൗകര്യമില്ല. ദ ഹിന്ദു പോലും അവരുടെ എക്സ്ട്രീറ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജെറ്റിനെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് ആഘോഷിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളൂ. അല്ലെങ്കിൽ മറിച്ച് തെളിവുകൾ കൊണ്ടുവരട്ടെ. ആ തെളിവുകൾ വരുന്ന ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂരിനോട് പൂർണ്ണ ഐക്യദാർഢ്യം നമ്മൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നു. അതിലുള്ള സ്റ്റേറ്റ്മാൻഷിപ്പിനെ, മിലിറ്ററി ബ്രില്യൻസിനെ നമ്മൾ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക ബ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാന് സംഘടിതമായി ആ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടിയ ഒരേ ഒരു മുതൽ എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആർമി മാത്രമായിരുന്നു. അവിടെ ഇല്ലാതെ പോയത്, അവിടെ ദേശസ്നേഹം വളർത്താൻ കഴിയുന്ന ജനാധിപത്യവും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനവും ഇല്ലാതെ പോയി. അതും പാകിസ്ഥാന് അനുവാദരഹിതമായി കിട്ടിയ സൈന്യത്തിൻ്റെ അളവാണ് പാകിസ്ഥാൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ത്യക്കോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ കരുത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനവും അതിനെ പിൻപറ്റുന്ന ഒരു ജനതയുമാണ്. ആ സിവിൽ സൊസൈറ്റിയുടെ കരുത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാകിസ്ഥാൻ പോകുന്നതോ മിലിറ്ററിയുടെ കരുത്തിലും. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പാകിസ്ഥാൻ എന്തായാലും നന്നാവാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യൻ മണ്ണിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് തിരിച്ചടി എന്നുള്ളത് പാകിസ്ഥാൻ്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പോയി നമ്മൾ നടത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ എന്നുള്ളത് മിലിറ്ററിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരു വിജയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു മിഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. I prefer to die rather than pointing the gun towards those 13 souls. Now you decide and give the order, sir.